ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ ബ്രെഡ് നമുക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് നമുക്ക് വാങ്ങാൻ പോവാം. അവിടെ ഗ്ലൗസുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജർമ്മൻകാർക്ക് വേണ്ടിയുള്ള ഗ്ലൗസുകളായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലേക്കാളും എല്ലാം വലുതായിരുന്നു. എന്തായാലും ഗ്ലൗസ് ഇടാതെ നമുക്ക് ബ്രെഡ് എടുക്കാൻ പറ്റില്ല. സോ അടുത്ത നമുക്ക് ബ്രെഡ് ചൂസ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന എല്ലാ ബ്രെഡുകളും ഒരുപോലെ തന്നെ ആയിരുന്നു. പിന്നെ കുറച്ചധികം ടോപ്പിങ്സ് ഇട്ട ബ്രെഡാണ് ഞാൻ നോക്കിയെടുത്തത്. നമ്മൾ സാധാരണ ഭംഗിയുള്ളതല്ലേ എടുക്കുകയുള്ളൂ. അത് തൊട്ടപ്പോൾ തന്നെ മനസ്സിലായത് നല്ല ഹാർഡാണെന്ന്. പിന്നെ സാധാരണ ഞങ്ങളിങ്ങനെ കട്ട് ചെയ്ത് ഉള്ള ബ്രെഡ് മേടിക്കാറില്ല. പിന്നെ കട്ട് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. ഈ ബ്രെഡ് കൊണ്ട് ഒരു അറയിലാണ് ആദ്യമേ വെക്കേണ്ടത്. അറയിൽ വെച്ച് കഴിഞ്ഞാൽ ആ അറയുടെ മൂടി കവർ ചെയ്യാൻ മറക്കരുത്. ചിലപ്പോൾ നമ്മളുടെ മേത്തേക്കൊക്കെ തെറിച്ച് വീഴുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം മൂടി വെച്ചിരിക്കുന്നത്. പിന്നെ ഏത് സൈസിനാണോ വേണ്ടത് അതാണ് നെക്കേണ്ടത്. ആ പച്ച ബട്ടറിൽ നിൽക്കണം. ഞാൻ ഏറ്റവും ചെറിയ സൈസാണ് നെക്കിയത്. കാരണം ഇത് ഹാർഡാണ്. നോർമലി തൊട്ടപ്പോൾ തന്നെ ഹാർഡാണ്. ഇനി കട്ട് കൂടിയിട്ട് വായിൽ ചവയ്ക്കാൻ പറ്റാതെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏറ്റവും ചെറുത് ആഡ് ചെയ്തത്. ഈ ബ്രെഡ് കട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ വളരെ രസമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് കഴിഞ്ഞ് ആ ബ്രെഡ് കട്ട് ചെയ്ത് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അതിൽ നിന്ന് എടുക്കേണ്ടത്. അതിൽ കയ്യിൽ നിന്നും വിട്ടുപോയ നാണക്കേടാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എടുത്തത്. അതെടുത്തൊരു സ്റ്റാൻഡിലേക്കാണ് വെക്കേണ്ടത്. നമുക്കിനി ബ്രെഡ് ഒരു കവറിൻ്റെ ഉള്ളിലാക്കണമല്ലോ. അതിനുള്ള കവർ താഴെ തന്നെയുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ആ സ്റ്റാൻഡ് ഉൾപ്പെടെ വേണം ഈ കവർ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബ്രെഡ് പതിയെ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കിട്ടും. ഇനി ആ കവർ വളരെ ഭദ്രമായിട്ട് മൂടിക്കെട്ടി നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി. ഒരു ബ്രെഡ് മാത്രം വാങ്ങാനാണ് പോയതെങ്കിൽ ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്